ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് മെത്തേഡ്സ് പഠിച്ചു, ന്യൂട്ടൺ റാപ്സിനും റെഗുലർ ഫോൾസിയാണ് ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമുക്ക് ഒരു 1 hour സെഷനേ ഉള്ളൂ. ബട്ട് നമ്മൾ ഫസ്റ്റ് തിയറി പോലെ, അതായത് ആ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത് ഇന്റർപോളേഷന്റെ എല്ലാ മെത്തേഡ്സും നോക്കും. അതായത് ഫിനൈറ്റ് ഡിഫറൻസസ് നോക്കുന്നുണ്ട്, ന്യൂട്ടൺസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡ്. ഈ ഫിനൈറ്റ് ഡിഫറൻസും ന്യൂട്ടൺസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡ് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് ലെഗ്രാഞ്ചിയസ് മെത്തേഡ്. ഇതെല്ലാം ഇന്റർപോളേഷനകത്ത് വരുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഈ ഓരോ മെത്തേഡ്സ് എന്താണെന്നുള്ളത് നോക്കി, എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് എന്താണ്, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ജസ്റ്റ് ഫസ്റ്റ് ഒരു തിയറി പോർഷൻ നമ്മൾ നോക്കും, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ നമുക്ക് ടൈം കിട്ടുന്ന പോലെ നമുക്ക് ഓരോ മെത്തേഡ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡൗട്ട് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലെ, ഒരു ആംഗിളിന്റെ ഒരു ഡൗട്ട് വന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു ക്വസ്റ്റ്യനും പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് നമുക്ക് ഡൗട്ട് വന്നത്. ദാറ്റ് ഇത് റെഗുലർ പോളിസിയുടെ ആണ്, ഇത് ന്യൂട്ടൺ റാപ്സിന്റെ ആണ്. രണ്ടിലും നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സൈൻ എക്സ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ കോസ് എക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1, 2 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇന്റർവെൽ തന്നിട്ടുള്ളത്. അപ്പോൾ 1, 2 ഒക്കെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ ഇപ്പം ആംഗിൾസ്, കോസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് നോക്കുവാണെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് ഡിഗ്രി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ കോസ് 3 എന്ന് വെച്ചാൽ കോസ് 3 ഡിഗ്രിയുടെ ആൻസർ ആയിരിക്കും തരിക. പക്ഷെ നമുക്കറിയാം ഈ 1, 2 എന്ന് പറയുന്നത് ഡിഗ്രി വാല്യൂസ് അല്ല. ഓക്കെ, ഡിഗ്രി ആണെങ്കിൽ നമുക്ക് 1 ഡിഗ്രി 2 ഡിഗ്രി ഇങ്ങനെ തരും. പക്ഷെ ഇവിടെ അങ്ങനെ തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്താണ്, റേഡിയൻ വാല്യൂസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് നമുക്ക് എക്സിന് ഒരിക്കലും 1 ഡിഗ്രി 2 ഡിഗ്രി എന്ന് കൊടുക്കാൻ പറ്റില്ല. സോ ഇതൊക്കെ നമ്മൾ എക്സിന് 1ഉം ലോഗ് എക്സിനും 1ഉം 2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളിവിടെ കോസ് എക്സ് എന്ന് പറയുന്നത്, ഇവിടെ എക്സ് നമ്മൾ റേഡിയൻസിൽ തന്നെ എന്ത് ചെയ്യണം, കൊടുക്കണം. പക്ഷെ നമ്മൾ റേഡിയൻസിൽ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു റേഡിയൻ ആണ് അല്ലെ, ഒരു റേഡിയൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോസ് 1 റേഡിയൻ എന്ന് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ കോസ് 1 ഡിഗ്രിയുടെ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ 1 ഡിഗ്രിയെ കൺവേർട്ട് ചെയ്ത് റേഡിയൻസിലോട്ട് മാറ്റണം. അപ്പം ഇവിടെ 1 റേഡിയൻ എന്ന് പറയുന്നത് എന്താണ്, 57.295 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു കൺവേർഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നത് 0.333 നമുക്കിവിടെ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണോ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ചെയ്യുക. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും വരാനില്ല. നമുക്കിവിടെ ഇപ്പം 0.333 എന്ന് പറയുന്നത് റേഡിയൻസിലാണ് തന്നിട്ടുള്ളത്. നമ്മൾ ആ കൺവേർഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് എന്താണ്, ഡിഗ്രീസിലാണ് എപ്പോഴും ചെയ്യുന്നത്. സോ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ വാല്യൂസ് ചെറിയൊരു വേരിയേഷൻ ആക്ച്വലി വരത്തുള്ളൂ. ബട്ട് ആ ചെറിയ വേരിയേഷൻ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കൺവേർഷൻ ചെയ്ത് പോകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തിക്കും. സോ നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യനിലും എന്താണ്, കൺവേർഷൻ ചെയ്ത് തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഡൗട്ട് വന്നാൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. സോ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് ചോദിച്ചോളൂ. നമ്മളില്ലേ റെഗുലർ ഫോൾസി ക്വസ്റ്റ്യൻ മെത്തേഡിൽ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 1ഉം 2 ഇന്റർവെൽ തന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ? അതായത് 1ഉം 2ഉം തിരിച്ചു മറിച്ചു എടുത്തു കഴിഞ്ഞാലും ആൻസർ സെയിം ആണോ വരിക? അങ്ങനെ വരത്തില്ല. നമ്മൾ ചെറിയ വാല്യൂ എയും ബി വലിയ വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും വാല്യൂ എടുക്കാം. അത് നെഗറ്റീവ് വരുന്ന വാല്യൂ എ ആയിട്ടും പോസിറ്റീവ് വരുന്ന വാല്യൂ ബി ആയിട്ടും നമുക്കിപ്പോ ഇവിടെ ഒരു ഇന്റർവെൽ തന്നിട്ടുണ്ട്. ഇപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം 1ഉം 2ഉം എടുക്കുന്നതല്ലേ കൺവീനിയൻസ്. ഇപ്പൊ വേണമെങ്കിൽ നമുക്കിപ്പം ഒരു ഇന്റർവെൽ തന്നിട്ടില്ലാത്ത കേസ്
ആണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം, ഒരു അസംഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പൊ 1, 1.2, 1.3 അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഓൾറെഡി ഇവർ ഒരു ചെറിയ വാല്യൂം വലിയ വാല്യൂം റേഞ്ച് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിനി വീണ്ടും നമ്മൾ ഒരു അപ്രോക്സിമേഷൻ ചെയ്ത് കൺഫ്യൂഷൻ ആകേണ്ട ഒരു ആവശ്യമില്ല. അവർ തന്നിട്ടുള്ളപ്പോൾ ഡയറക്റ്റ് വാല്യൂ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി തന്നിട്ടില്ലാത്ത കേസസിലാണ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുന്നത്. എക്ക് ഒരു വാല്യൂ എടുത്ത് നോക്കും, ബിക്ക് ഒരു വാല്യൂ എടുത്ത് നോക്കും, എന്നിട്ട് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയുടെ പ്രോഡക്റ്റ് നെഗറ്റീവ് വരുന്നോ എന്ന് ചെക്ക് ചെയ്ത് നമ്മൾ എയും ബിയും ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ഇനി അല്ല, നിങ്ങളിപ്പോ ഈ ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ വേറെ വാല്യൂസ് ഇതിന്റെ റേഞ്ചിൽ എടുക്കാമോ എന്ന് ചോദിച്ചാൽ എടുക്കാം. പക്ഷെ നമ്മുടെ എക്സാം പെർസ്പെക്ടീവ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് എഫ് ഓഫ് എയും പോസിറ്റീവ് വാല്യൂം എഫ് ഓഫ് ബി നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടിയത്? അതെ, അപ്പം ഇതാണല്ലോ കറക്റ്റ് വേണ്ടേ നമുക്ക്. അപ്പം അല്ല, ഇതിപ്പോ നമുക്ക് നെഗറ്റീവ് വരുന്ന വാല്യൂ എ ആയിട്ടാണോ എടുക്കാന്നൊരു ഡൗട്ട് ഞാൻ അങ്ങനെ വേറെ ക്ലാസ്സിൽ കേട്ടു. അതാണ് മാമിനോട് ചോദിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എ വരുന്നത് ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് വരാം. അതിപ്പം എക്കും വരാം ബിക്കും വരാം. അത് പ്രശ്നമല്ല നമുക്ക്. അത് ഓപ്പോസിറ്റ് സൈൻസ് വരണമെന്നേ ഉള്ളൂ. അത് ഏതിന് വരണമെന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ അടുത്ത് എടുക്കുമ്പോൾ റേഞ്ച് നമ്മളിപ്പോ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് അപ്രോക്സിമേഷൻ എടുക്കുമ്പോൾ അതനുസരിച്ച് നമ്പർ നോക്കി ശ്രദ്ധിച്ചൊന്നും എടുക്കേണ്ടല്ല. അല്ലാതെ ഇപ്പൊ നെഗറ്റീവ് വരുന്നത് ബി എടുക്കണം, പോസിറ്റീവ് വരുന്നത് അങ്ങനെ ഒരിടത്ത് ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ മാഡം, അപ്പൊ സൈനക്സിന്റെ പ്രോബ്ലത്തില് ഇതില് 3 × 0.333 എന്ന് വരും നമുക്ക് എഫ് ഓഫ് എ അല്ലെങ്കിൽ ആ ഫസ്റ്റ് വാല്യൂ എടുക്കുന്ന സമയത്ത്. അവിടെ ഇ റേസ് ടു എക്സിനും കുഴപ്പമില്ലല്ലോ, 0.333 തന്നെ ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ കൊടുക്കാൻ പറ്റില്ലേ? ഇവിടെ നമ്മൾ എക്സ് കിടക്കുന്നത് ഈ 0.33 എന്നുള്ളത് നമ്മൾ എക്സിന് ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ കൊടുക്കുമ്പോ ഏതാ കേട്ടില്ല. സൈൻ എക്സിലെ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിന്റെ ആ റേഡിയൻ ഡിഗ്രി ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഇപ്പൊ 3 × ഇവിടെ 0.333 ഇവിടെ 3x മൈനസ് ഇ റേസ് ടു 0.333 പ്ലസ് സൈനിനും നമ്മൾ എന്താണ് റേഡിയൻസിൽ തന്നെയാണ് കൊടുക്കുന്നത് 0.333. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് നമ്മൾ 0.33 ഇപ്പൊ കാൽക്കുലേറ്ററിൽ നമ്മൾ സൈൻ 0.333 റേഡിയൻസ് എന്ന അടിച്ചു നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഈ റേഡിയൻസിൽ ഇട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഇട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 0.333 ഇടാം. പക്ഷെ അങ്ങനെ അല്ല കിടക്കുന്നത്. നമുക്ക് സാധാരണയായിട്ട് ഡിഫോൾട്ട് ആയിട്ട് ഡിഗ്രീസിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ ജസ്റ്റ് ഒരു കൺവേർഷൻ ഇതിന്റെ ഡിഗ്രീസിലോട്ട് മാറ്റും. ആ 557.295 ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ആ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ കാൽക്കുലേറ്റർ ഡയറക്റ്റ് റേഡിയൻസ് ബേസിസിലാണ് സൈൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈ കൺവേർഷൻ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് അങ്ങ് പോയാൽ മതി. 0.333 × 57 തന്നെയല്ലേ കൊടുക്കുക? അതെ അതെ, അങ്ങനെ തന്നെ കൊടുക്കണം. നിങ്ങൾക്ക് അറൌണ്ട് ഒരു 0.36 0.35 സംതിങ് ഒരു റൗണ്ട് ചെയ്തൊരു 0.36 അടുപ്പിച്ച് വരും. ആക്ച്വലി മറ്റേ മെത്തേഡിലും ചെയ്താലും ഫൈനൽ ആൻസർ ഓൾമോസ്റ്റ് അടുത്ത് തന്നെ വരും. പക്ഷെ എന്നാലും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണല്ലോ. ആ ഒരു ഇതുകൊണ്ടാണ് ആ ഒരു കൺവേർഷൻ കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണമെന്ന്. പിന്നെ ഇതൊക്കെ ഞാൻ വളരെ ഓഫ് എക്സ് കൊടുക്കുമ്പോഴും കോസ് എക്സിൽ ഇതുപോലെ 0.333 × അതെ ആ ഒരു കൺവേർഷൻ ചെയ്യണം. ഓൺലി ബിക്കോസ് നമുക്ക് കാൽക്കുലേറ്റർ ഇടുമ്പോൾ ഡിഗ്രിയിലേക്ക് കിട്ടുന്നത്. ഇപ്പൊ റേഡിയൻസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോസ് തീറ്റ വാല്യൂ കിട്ടുന്നെങ്കിൽ നിങ്ങൾ ആ കൺവേർഷൻ ഒന്നും ചെയ്യണം. ഡയറക്റ്റ് കോസ് 1 റേഡിയൻ അല്ലെങ്കിൽ കോസ് 0.333 റേഡിയൻ അങ്ങനെ തന്നെ കിട്ടും. ആ റേഡിയൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു കൺവേർഷൻ ചെയ്യുന്നത്. ഇത്ര ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ ആയില്ല. ഈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരുമോ? ഇല്ല, വരാൻ ചാൻസ് ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു സെയിം കാര്യം പറഞ്ഞായിരുന്നു. കാരണം ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ എ ഡിക്ക് ചോദിച്ച അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതൊന്നും എക്സ്പെക്ട് ചെയ്യണം. കാരണം അതിനേക്കാളും ഒരു താഴ്ന്ന പോസ്റ്റിലോട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പം അത്രയും ഡിഫിക്കൽട്ടി ആവത്തില്ല. ഓൾറെഡി ആ എ ഡിയുടെ പേപ്പർ മാത്സിൽ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പൊ ആ ഒരു സെയിം ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ടഫ്നെസ് ലെവൽ മാറാം എന്നൊരു മൈൻഡ് സെറ്റ് വെച്ച് നമ്മൾ പോകണം. അപ്പൊ നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻസ് മാത്രം കൊടുത്തിട്ട് ലാസ്റ്റ് എക്സാമിന് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും കൂടെ വെക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും ഡിഫിക്കൽട്ട് ചോദിക്കില്ല. കാരണം നമുക്ക് ഈ കാൽക്കുലേറ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരത്തില്ല. കാരണം അത് നമുക്ക് ക്ലാസ്സിൽ ഹാളിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷെ ചിലപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾക്ക് ഇതിലൂടെ കുറെ
നിങ്ങൾക്ക് ഇപ്പൊ കുറെ ഡൗട്ട്സ് വന്നില്ലേ, ഇപ്പം ഈ നേരത്തെ ചോദിച്ചു ഈ എഫ് ഓഫ് എയും എഫ് ഓഫ് ബി മൈനസ് വരുന്നത്, അങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് വരുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരും ആ ടോപ്പിക്കിന്. അതിന് വേണ്ടി മാത്രമാണ് ഇത്രയും ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. മറ്റേ സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ നിങ്ങൾക്കും ബോറടിക്കും, കാരണം അത്ര ഈസി ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ എഡിയുടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കീപ്പ് ചെയ്യുന്നത്. പക്ഷെ എക്സാമിന് ഇത്രയും ടഫ് എക്സ്പെക്ട് ചെയ്യേണ്ട, പക്ഷെ നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കാതെ പോകരുത്. ബിക്കോസ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടഫ് ലെവലിൽ തന്നെ ചെയ്ത് പോവാം മാത്സിൽ. ഓക്കെ, ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കാം, നിങ്ങൾക്ക് ഈ ഒരു ആൻസർ 0.36 അടുപ്പിച്ച് വരും കേട്ടോ. നിങ്ങൾ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്തു തരാം. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം, ഇന്റർപൊളേഷൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൺ റാഫ്സണും പിന്നെ അതുപോലെ തന്നെ റെഗുലർ ഫോൾസിയും പഠിച്ചു. ഒരു ഐട്രേറ്റീവ് ടൈപ്പ് ഓഫ് മെത്തേഡ് ആയിരുന്നു നമ്മൾ ഇവിടെ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർപൊളേഷൻ. ഇപ്പൊ ഫസ്റ്റ് ഇന്റർപൊളേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോ കുറെ പോയിന്റ്സ് വന്നിട്ടുണ്ട്, അതിലൂടെ ആ പോയിന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കുന്നു. ആ ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഓൾറെഡി കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മളൊരു ബെസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുക. അതാണ് സിംപ്ലി പറഞ്ഞാൽ ഇന്റർപൊളേഷൻ. ഇവിടെ ഒരു ഡെഫിനിഷൻ പോലെ തന്നിട്ടുണ്ട്. നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത് ഫോർ അൺനോൺ വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ ഇതിൽ എക്സിന് പല വാല്യൂസ് വരാം, x0, x1, x2, ഇങ്ങനെ കുറെ വാല്യൂസ് വരും. ഇപ്പൊ ഓരോ വാല്യൂസ് വരുമ്പോഴും വൈന്റെ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അല്ലെ, y1, y2, y3. അപ്പൊ ഇങ്ങനെ കുറച്ച് ഡേറ്റ നമുക്ക് തന്നിട്ട് എക്സ് വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന y വാല്യൂസും, ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അൺനോൺ ആയിട്ടുള്ള ഒരു എക്സ് വാല്യൂ, ഇപ്പം x2, x3, xn വരെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ എക്സ് ഇസ് ഈക്വൽ ടു 597, ഒരു റാൻഡം നമ്പർ. അതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, ഈ എക്സിന്റെ സെറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. എനിക്ക് എക്സ് 597 ആകുമ്പോൾ വൈന്റെ വാല്യൂ എത്ര വരുമെന്ന് അറിയണം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് യൂസ് ചെയ്യും. ഈ പെയർ x0 വരുമ്പോൾ y0 കിട്ടുന്നു, x1 വരുമ്പോൾ y1 ഉപയോഗിക്കുന്നു, x2 വരുമ്പോൾ y2. അപ്പൊ ഇങ്ങനെ ഈ കറസ്പോണ്ടിങ് പെയർസിന്റെ വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ അൺനോൺ ആയിട്ടുള്ള എക്സ് വാല്യൂസ് വെച്ച് ഫംഗ്ഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കുന്നതാണ് ഈ ഇന്റർപൊളേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് തിയറട്ടിക്കൽ ആയിട്ട് തോന്നുമെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മൾ MCQs ചെയ്യാനുള്ള. അപ്പൊ ഇത്രയും ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓൾറെഡി നോൺ ആയിട്ടുള്ള പെയർ ഡേറ്റ വെച്ചിട്ട്, അതായത് എക്സിന്റെയും വൈന്റെ ഡേറ്റ വെച്ചിട്ട് നമ്മൾ അൺനോൺ എക്സിന്റെ വാല്യൂസ് എന്ത് ചെയ്യുക, ആ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്ന് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് അസംഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ കുറെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, കുറെ പോയിന്റ്സ് ഉണ്ട്, എക്സിന്റെ കുറെ വാല്യൂസ് ഉണ്ട്, അത് നമ്മൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കുറെ വൈന്റെ വാല്യൂസ് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് ഡേറ്റ ഉണ്ട്. അപ്പൊ ഈ ഡേറ്റ അതിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മാർക്ഡ് ബൈ സഡൻ അപ്സ് ആൻഡ് ഡൗൺസ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ബെൽ ഷേപ്ഡ് കർവാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ആൻഡ് ഓൾസോ ഇതിൽ സഡൻ ആയിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള പീക്സ്, ഇങ്ങനെ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പീക്ക് വന്നിട്ട് ഇങ്ങനെ പോവുക, അങ്ങനത്തെ പീക്സ് ഒന്നും അപ്സും ഡൗൺസും ഒന്നും ഇല്ല. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടുത്തെ ഈ ഡേറ്റ ഫോളോ ചെയ്യുന്നത്. ഓൾസോ ചേഞ്ചസ് ഇൻ ദ സീരീസ് ആർ യൂണിഫോം വിത്തിൻ എ പീരീഡ്. ഒരു ടൈം പീരീഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചേഞ്ചസ്, ഈ ഡേറ്റയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്നൊരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അത് കാണിക്കുന്നത്. പെട്ടെന്നായിട്ട് ഇവിടെ സഡൻ ആയിട്ടുള്ള ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ല എന്നല്ല, ഒരു ഡിസ്കണ്ടിന്യൂറ്റീസ് ഒന്നും ഒരുപാട് ഇതിലില്ല. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒന്നും അങ്ങനെ എക്സാമിന് ചോദിക്കത്തില്ല, ബട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. അപ്പൊ ഇന്റർപൊളേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഇന്റർപൊളേഷനിൽ നമ്മൾ ഈ ഫസ്റ്റ് സ്ലൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫിനൈറ്റ് ഡിഫറൻസസ് ഉണ്ട്, ന്യൂട്ടൺസ് ഫോർവേഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡ്, ലെഗ്രാഞ്ചിയസ് മെത്തേഡ്. അപ്പൊ നമുക്ക് മെത്തേഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ന്യൂട്ടന്റെ ഫോർവേഡ് ഡിഫറൻസ് മെത്തേഡും ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഫിനൈറ്റ് ഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സോ അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, വാട്ട് ഇസ് ഫിനൈറ്റ് ഡിഫറൻസസ്. ഓക്കെ, ഫിനൈറ്റ് ഡിഫറൻസസ് നമുക്ക് നോക്കാം. സോ ഫിനൈറ്റ് ഡിഫറൻസിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. നമ്മൾ ന്യൂട്ടന്റെ ഫോർവേഡ് ഡിഫറൻസ് മെത്തേഡും ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡും ഉണ്ടെന്ന് പറഞ്ഞു. സോ ഓരോന്നിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറൻസസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഫോർവേഡ് ഡിഫറൻസസും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡിൽ ഉപയോഗിക്കാനായിട്ട് ബാക്ക്വേർഡ് ഡിഫറൻസസും
ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് തിയറട്ടിക്കൽ ആണ്, പക്ഷെ നിങ്ങൾക്ക് തിയറി പറയാതെ പോകാനും പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആവും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ ഉണ്ട് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതിൽ എക്സിന്റെ വാല്യൂസ് വന്ന് ഫോർവേഡ് ഡിഫറൻസസ് ആണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ എക്സിന് എന്തൊക്കെ വാല്യൂസ് വരാം? x0, x1, x2 ഇങ്ങനെ കുറെ വാല്യൂസ് വരാം. ആൻഡ് ഓൾസോ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഓരോ എക്സ് വാല്യൂസിന്റെയും ഇടയിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിരിക്കും. ഓക്കെ, ഈക്വൽ സ്പേസിംഗ് ആയിരിക്കും. ആൻഡ് ആ സ്പേസിംഗ് എന്ന് പറയുന്നത് h ആണ്. ഓക്കെ, സ്പേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ h കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പറയുകയാണ് ഫസ്റ്റ് വാല്യൂ x0 ആണ്. ഓക്കെ, ഫസ്റ്റ് വാല്യൂ x0 ആണ്. x0യുടെ കൂടെ ഞാൻ h കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് അടുത്ത വാല്യൂ കിട്ടി അല്ലെ. അവരുടെ ഇടയിലുള്ള ഡിഫറൻസ്, അടുത്തടുത്ത നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് h ആണ്. അപ്പൊ ഞാൻ x0യുടെ കൂടെ h ആഡ് ചെയ്തപ്പോൾ എനിക്ക് അടുത്ത വാല്യൂ കിട്ടി x1. അപ്പൊ ഞാൻ x0യുടെ കൂടെ 2 തവണ h ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് x2 കിട്ടത്തില്ലേ? അതുപോലെ തന്നെ x0യുടെ കൂടെ 3 തവണ h ആഡ് ചെയ്താൽ x3 കിട്ടും അല്ലെ. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിലപ്പോൾ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, അത് നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഇങ്ങനെയാണ് ഡേറ്റ പോകുന്നത്. ഇനി ഇതിന്റെ ഫോർവേഡ് ഡിഫറൻസസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫോർവേഡ് ഡിഫറൻസസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആണ്. ഓക്കെ, ഡെൽറ്റ ആണ്. ഇതില് ഫോർവേഡ് ഡിഫറൻസ് ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ y0 അല്ലെങ്കിൽ ഡെൽറ്റ എഫ് ഓഫ് x0 എന്ന് വെച്ചിട്ടാണ്. അപ്പോ ഫോർ എവറി എക്സ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു y വാല്യൂ കിട്ടും അല്ലെ. y ഓഫ് എഫ് ഓഫ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇപ്പം x0, x1, x2, x3 ഇങ്ങനെ പോകും. ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y വാല്യൂ കിട്ടുമല്ലോ, വിച്ച് ഈസ് എഫ് ഓഫ് x0, എഫ് ഓഫ് x1, എഫ് ഓഫ് x2, എഫ് ഓഫ് x3. അപ്പൊ ഈ ഫിനൈറ്റ് ഡിഫറൻസസ് ഒക്കെ ആക്ച്വലി നമ്മൾ എഴുതാനായിട്ട് ഒരു ടേബിൾ യൂസ് ചെയ്യും. ആ ടേബിൾ യൂസ് ചെയ്താൽ നമുക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അതിന് നമുക്ക് പറഞ്ഞ ഡെൽറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ. ഓക്കെ, ഡെൽറ്റ വൈ. ഏത് നമ്മൾ ഡിഫറൻസ് ഡെൽറ്റ വൈ എന്ന് എഴുതും, അല്ലെങ്കിൽ ഡെൽറ്റ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാറുണ്ട് കേട്ടോ. കാരണം എന്താ, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നല്ലേ പറയുന്നത്. സോ ഡെൽറ്റ വൈ ഓർ ഡെൽറ്റ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാറുണ്ട്. സോ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ നോക്കിക്കേ, എക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. സോ ഡെൽറ്റ വൈയുടെ വാല്യൂസ് എങ്ങനെ വരും? ഡെൽറ്റ y0, ഡെൽറ്റ y1, ഡെൽറ്റ y2 ഇങ്ങനെ 0, 1, 2, 3 സെയിം ഫോർമാറ്റിൽ 1, 2, 3 എന്ന് തന്നെ പോകും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഡിഫറൻസ് എടുക്കുന്ന ഡെൽറ്റ y0, ആദ്യത്തത് y0 അല്ലേ. അപ്പൊ ഈ y0 എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ y0ക്ക് കറസ്പോണ്ടിങ് ഈ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ എടുത്താൽ യു വിൽ ഗെറ്റ് ഡെൽറ്റ y0 വിച്ച് ഈസ് എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0. ഇനി അടുത്ത കേസ് ഡെൽറ്റ y1 വരുവാണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് ഇപ്പൊ 0 ആണ് എടുക്കേണ്ടെങ്കിൽ 1 മൈനസ് 0 ചെയ്യാം, 1 ആണ് എടുക്കേണ്ടെങ്കിൽ 2 മൈനസ് 1 ചെയ്യാം. ഇനി അടുത്ത ഡെൽറ്റ y2 വരുവാണെങ്കിൽ 2 വരുവാണെങ്കിൽ നമ്മൾ 3 മൈനസ് 2 ചെയ്യാം, x2. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ ഇപ്പൊ ഇവിടെ ഡെൽറ്റയുടെ പവർ നോക്കിക്കേ, ഇവിടെ ഡെൽറ്റയുടെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസസ് എന്ന് പറയും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ ഫസ്റ്റ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസസിന് വെച്ച് സെക്കൻഡ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഡെൽറ്റ y0 ഈക്വൽ ടു എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0. നമ്മളെപ്പോഴും ഫോർവേഡ് ഡിഫറൻസിൽ നിങ്ങൾ ആലോചിച്ചാൽ നമ്മൾ സാധാ സബ്ട്രാക്ഷൻ ചെയ്യുന്ന വലുതിന് ചെറുത് കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പൊ y0 കണ്ടുപിടിക്കാനാണെങ്കിൽ വലുതിന് ചെറുത് കുറയ്ക്കണം. അപ്പൊ 0യെക്കാളും വലുത് 1 ഉണ്ട്, അപ്പൊ 1ന് 0 കുറയ്ക്കുക, എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0. അപ്പം അടുത്ത ഡെൽറ്റ y1 വരുവാണെങ്കിൽ 2 മൈനസ് 1 വരണം, 2 എടുക്കുവാണെങ്കിൽ 3 മൈനസ് 2 വരണം. ഓക്കെ, ഇനി ഇതുപോലെ I'll just write that next one. ഫസ്റ്റ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന സെക്കൻഡ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ്. അപ്പൊ അവിടെ വരുമ്പോൾ ഈ ഡെൽറ്റയുടെ മേലൊരു സ്ക്വയർ വരും, 2 വരും. സെക്കൻഡ് ഓർഡർ ആണെന്നുള്ളത് കാണിക്കാം. y സെയിം തന്നെയാണ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? നമുക്ക് എങ്ങനെയായിരിക്കും ഇവിടെ വരുന്ന വാല്യൂസ്? ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ സ്ക്വയർ y1, ഡെൽറ്റ സ്ക്വയർ y2 ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഡെൽറ്റ സ്ക്വയർ y0 എങ്ങനെ വരും? നമ്മൾ പറഞ്ഞു വലുതിന് ചെറുത് അല്ലേ. ഇപ്പൊ ഡെൽറ്റ സ്ക്വയർ ആണ്, അപ്പൊ ഞാൻ ഏതിനാ സബ്ട്രാക്ട് ചെയ്യുന്നേ? ഡെൽറ്റ സബ്ട്രാക്ട് എന്തോ
ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0. യെസ്, ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0. അപ്പൊ ഡെൽറ്റ സ്ക്വയർ വരുമ്പോൾ നമ്മൾ ഡിഫറൻസ് എന്തിന്റെ എടുക്കുന്നത്? ഡെൽറ്റയുടെ എടുക്കുന്നത്. ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് വൈന്റെ ഡിഫറൻസസ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോൾ ഡെൽറ്റ y2 മൈനസ് ഡെൽറ്റ y1 വരും. ഇതെന്തായിരുന്നു? ഡെൽറ്റ സ്ക്വയർ y0 ഡെൽറ്റ സ്ക്വയർ y1 വരും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ, ആ ടേം ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. സെക്കൻഡ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. ഇത് ഓപ്പറേറ്റർ ആണ് കേട്ടോ. ഈ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഇത് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ ജനറലൈസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ പോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ ജസ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിളിൽ ഫോം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫോർവേഡ് ഡിഫറൻസും ബാക്ക്വേർഡ് ഡിഫറൻസും എല്ലാം ചെയ്യുന്നത് ടാബുലേറ്റഡ് ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞാല് x0 ഉണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്, x3 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് x0യിൽ h ആഡ് ചെയ്യുമ്പോൾ x1 കിട്ടും, 2 തവണ h ആഡ് ചെയ്യുമ്പോൾ x2 കിട്ടും, 3 ടൈംസ് ആകുമ്പോൾ x3 കിട്ടും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ f of x ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇപ്പം y is equal to f of x 0 ചെയ്യുമ്പോൾ y0 കിട്ടും, x1 കൊടുക്കുമ്പോൾ y1 കിട്ടും. ആ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ്, സെക്കൻഡ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ്, തേർഡ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ്, ഫോർത്ത് ഓർഡർ, ഫിഫ്ത് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ്. ഇതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഡിഫറൻസ് ആണ് ഇത്. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അടുത്ത് സെക്കൻഡ് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിന്റെ ഡിഫറൻസസ് എടുക്കും. ഇങ്ങനെ നമുക്ക് ഒരു പോയിന്റിൽ ലാസ്റ്റ് ഒരു ഒറ്റ വാല്യൂ വരുന്നവരെ നമ്മളിത് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ഫൈനൈറ്റ് ഡിഫറൻസസ്, ഓക്കെ, ഇന്റർപോളേഷൻ ഫോർമുല ഇനി അടുത്താണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിനൈറ്റ് ഡിഫറൻസസിന്റെ കേസാണ്. സോ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കേണ്ടതാണ്. ദാറ്റ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ. അപ്പൊ ഡെൽറ്റ വൈ അല്ലെങ്കിൽ ഡെൽറ്റ എഫ് ഓഫ് എക്സ് അല്ലെ, നമ്മൾ വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഫോർവേഡ് ഡിഫറൻസ് അല്ലെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ എങ്ങനെ എഴുതാം? അപ്പൊ ഞാൻ ഡെൽറ്റ y0 എന്ന് പറഞ്ഞാല് y1 മൈനസ് y0, ഡെൽറ്റ y1 എന്ന് എഴുതിയാല് y2 മൈനസ് y1, ഇങ്ങനെയല്ലേ ഞാൻ എഴുതിയത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഡെൽറ്റ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഞാൻ ജനറലൈസ് ചെയ്ത് എഴുതാൻ പോവാ. ഇപ്പൊ ഇവിടെ 0 എടുത്തു, ഇവിടെ ഇപ്പൊ ഈ 0ക്ക് ഞാൻ എന്താണ് എക്സ് എന്ന് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ ഡെൽറ്റ എഫ് ഓഫ് എക്സ് എടുക്കുവാണെങ്കിൽ എക്സിന്റെ കൂടെ ഇത് y0, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സെയിം നമ്പർ. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെയും 0 ആണ്. ഇവിടെ 1 വരും. അതായത് x0യിൽ നിന്ന് നമ്മൾ h ആഡ് ചെയ്ത നമ്പർ ഇല്ലേ, അതാണ് ഇവിടെ വരുന്നത്. സോ y1 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നും y0യെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലെ. നമ്മളിപ്പോ y1 മൈനസ് y0 എന്നുള്ളത് ഇതിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്താല് ഇത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അല്ലേ വരുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനും ഓർത്ത് വെച്ചിരിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസിനും എഴുതാം. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2 തവണ നമ്മൾ ആ ഡിഫറൻസ് എടുക്കുന്നുണ്ടാവും. സോ ഡെൽറ്റ എഫ് ഓഫ് എക്സ് നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ, മൈനസ് എഫ് ഓഫ് എക്സ്. ഇത് ഞാൻ അകത്തേക്ക് കൊണ്ടുപോവാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ഡെൽറ്റ എഫ് ഓഫ് എക്സ്. അപ്പം ഡെൽറ്റ എഫ് ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയായിരിക്കും എഴുതുന്നതെന്ന്? ഈ ഡിഫറൻസ് എങ്ങനെ എഴുതുന്നേ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എങ്ങനെ എഴുതും? എക്സ് പ്ലസ് എച്ചിന്റെ വലിയ വാല്യൂവിൽ നിന്ന് എക്സ് പ്ലസ് എച്ചിനെ നമ്മൾ കുറയ്ക്കുന്നത് അല്ലെ. സോ അതെങ്ങനെ വരും? ഡെൽറ്റ എക്സ് പ്ലസ് 2h മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. യെസ്, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അങ്ങനെ എഴുതാം. ഈ എഫ് ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
എഫ് ഓഫ് എക്സ് പ്ലസ് 2h, ഇവിടെ മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും കൂടെ -2 ടൈംസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആവും. പിന്നെ ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും, എഫ് ഓഫ് എക്സ് എന്ന് വരും. സോ ഈ ഫോർമാറ്റ് ഇതാണ് സിംപ്ലിഫൈ ചെയ്തത് ഇവര് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകും. നമ്മൾ ഫോർവേഡ് ഡിഫറൻസിൽ എപ്പോഴും ഇപ്പൊ നമ്മളിവിടെ y1 എന്നോ അല്ലെങ്കിൽ y3 എന്നൊക്കെ കൊടുത്തിരുന്നാല് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനേക്കാളും ഒരു വാല്യൂ കൂടിയ നമ്പർ ഇവിടെ വരും. അപ്പോ y4 മൈനസ് y3 ഇങ്ങനെയായിരിക്കും നമ്മൾ ആ ഫോർവേഡ് ഡിഫറൻസ് വരുന്നത്. ഇതിനേക്കാളും ചെറിയൊരു ചേഞ്ച് ആണ് ബാക്ക്വേർഡ് ഡിഫറൻസിൽ വരുമ്പോൾ ഉള്ളത്. അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് തിയറി ആയിട്ട് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് ക്ഷമിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ഒക്കെ മാറും കേട്ടോ.